ഹായ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനായി എഞ്ചിനീയറിംഗ് PSC പുതിയ അനൗൺസ് ചെയ്യുന്ന കോഴ്സാണ് ലൈഫ് സേവർ AI ബാച്ച്. ഈ ലൈഫ് സേവർ AI ബാച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഡെയിലി ലൈവ് ക്ലാസ്സസും വീക്കിലി എക്സാംസും ടെക്സ്റ്റ് ബുക്കോട് കൂടിയാണ് നിങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ള ഈ കോച്ചിങ് തരുന്നത്. ECയിൽ 1ാം റാങ്ക് മേടിച്ച അതേ കോഴ്സിന്റെ പാറ്റേണിൽ അല്ലെങ്കിൽ അതേ സ്ട്രക്ചറിൽ തന്നെയാണ് ഈ കോഴ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാർച്ച് 1 മുതലാണ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ഡെയിലി നമ്മുടെ ആപ്പിൽ സ്റ്റാർട്ട് ആകുന്നത്. അതുവരെ നിങ്ങൾക്ക് യൂട്യൂബിൽ നമ്മുടെ ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. യു ക്യാൻ സീ ദാറ്റ്. താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ വന്ന് ജോയിൻ ചെയ്യാവുന്നതാണ്. ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ അപ്കമിങ് PSC എക്സാംസിന് ബേസിലുള്ള ലെവലിൽ ഏത് എക്സാം വന്നാലും നമുക്ക് ഇലക്ട്രിക്കലിന്റെ ബേസിൽ നിന്ന് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിന്റെ ബേസിൽ നിന്ന് നമുക്ക് കൺട്രോൾ സിസ്റ്റത്തിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ കൺട്രോൾ സിസ്റ്റം സബ്ജക്റ്റിനെ കുറിച്ചുള്ള നമ്മുടെ കോൺസെപ്റ്റും അതിന് ബേസിലുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ഡിസ്കസ് ചെയ്ത് നമ്മൾ കൺട്രോൾ സിസ്റ്റം ക്ലിയർ ആക്കി എടുക്കാൻ വേണ്ടിയുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് കൺട്രോൾ സിസ്റ്റത്തിന്റെ സബ്ജക്ട് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നിങ്ങളെല്ലാം കൺട്രോൾ സിസ്റ്റത്തിന്റെ ഒരു ബേസിക്സ് ഓൾറെഡി നമുക്കിപ്പോൾ PSC കോച്ചിങ് നമ്മൾ തുടങ്ങുമ്പോൾ നമുക്ക് ഒരു ബേസിക് നമ്മൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവും. BTech-ലായിരുന്നാലും ഡിപ്ലോമയ്ക്കായിരുന്നാലും നമ്മൾ ഓൾറെഡി ഒരു ബേസിക്സ് നമുക്കുണ്ട്. ആ ബേസിക്സിനെ നമ്മളൊന്ന് റിഫ്രഷ് ചെയ്തിട്ട് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ ചെയ്ത് നമ്മൾ എക്സാമിൻ്റെ ഒരു പ്രാക്ടീസിലേക്ക് പോകുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. കണ്ടന്റ് നമ്മൾ എത്രത്തോളം മനസ്സിലാക്കി വീണ്ടും കണ്ടന്റ് മനസ്സിലാക്കി എടുക്കുന്നു എന്നുള്ളതിനേക്കാൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അപ്പം നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിന് കോൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് അതൊരു ബേസിക്സ് ഉണ്ടാക്കുക. നമ്മൾ കൂടുതൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ കോൺസെപ്റ്റ് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു എന്ത് ചെയ്യും, അത് ക്ലിയർ ആയി പോയിക്കോളും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ബേസിക്സ് നമ്മൾ ആദ്യം ക്ലിയർ ആക്കി. നമുക്ക് ഓൾറെഡി ചെറിയൊരു ബേസിക്സ്, ഇപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ബേസിക്സ് നമുക്ക് എല്ലാവരും എല്ലാത്തിലും എക്സ്പെർട്ട് ഒന്നുമില്ല അല്ലേ. അപ്പോൾ നമുക്ക് ആ എക്സ്പെർട്ടൈസേഷൻ്റെ കാര്യമല്ല നമ്മളിവിടെ പറയുന്നത്, നമുക്ക് ആ പ്രാക്ടീസ് ആണ് വേണ്ടത്. എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് എക്സ്പെർട്ടൈസേഷൻ അല്ല വേണം, നമ്മളൊരു എക്സ്പെർട്ട് ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് പ്രാക്ടീസ് ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ നമ്മളിവിടെ കൊടുക്കാൻ പോകുന്ന പ്രാക്ടീസ്, നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യിക്കുക. കോൺസെപ്റ്റുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലും മോഡൽ ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളൊരു എക്സാമിന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ കണക്കിന് എന്ത് ചെയ്യുക, നിങ്ങളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കൺട്രോൾ സിസ്റ്റത്തിന്റെ ഫസ്റ്റ് ക്ലാസ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിന്ന് ഭയങ്കര ഹെവി ആയിട്ടൊന്നും പോകുന്നില്ല. നമ്മുടെ സിലബസ് ഒക്കെ നോക്കി അറിയാം. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് LTI സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷനെ കുറിച്ചിട്ടുള്ള ടോപ്പിക്കാണ്. ഏകദേശം എല്ലാ സിലബസിലും നമുക്ക് പ്രീവിയസ് ഇയർ ആയിരുന്നാലും സിലബസ് എല്ലാം വരുന്നത് ക്വസ്റ്റ്യൻസ് ഒരുപാട് കണ്ടുവരുന്നുണ്ട്. ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റത്തിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിനെ ബേസ് ചെയ്തുള്ള ബാക്കി മോഡൽ ക്വസ്റ്റ്യൻസും വെച്ചിട്ട് നമ്മൾ ആ ഒരു ഏരിയ PSCക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു വരുന്ന ഒരു പോർഷനാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് മെയിനായിട്ട് നോക്കാം ഏതാണ്, LTI സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, ട്രാൻസ്ഫർ ഫംഗ്ഷൻ ബേസ് ചെയ്യാണ് നമ്മളിന്ന് ചെയ്യാൻ പോകും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. The roots of a system having a transfer function g of s equal to 4 into s plus 2 divided by s plus 3 into s plus 4 will be. അതായത് ഈ തന്നിരിക്കുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ഒരു സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ റൂട്ട്സ് അല്ലെങ്കിൽ അതിന്റെ പോൾസ്, ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ആ റൂട്ട്സ് എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ പോളിനോമിയലിന്റെ റൂട്ട്സ് ആണ്. അതായത് അതിന്റെ പോൾസ്, നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ പോൾസ്. ഓക്കെ, ഈ ഡിനോമിനേറ്ററിൽ കാണുന്ന ഈ ഈ ഒരു എക്സ്പ്രഷൻ അതൊരു പോളിനോമിയലാണ്. ആ പോളിനോമിയലിന്റെ റൂട്ട്സ് ആണ് നമുക്ക് എന്ത് വേണ്ടത്, അല്ലെ ആ ഒരു ഇക്വേഷന്റെ റൂട്ട്സ് ആണ് നമുക്ക് പോൾസ് ഓഫ് ദി ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയാം അല്ലെ. സോ അത് നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഇവിടെ ഈ തന്നിരിക്കുന്ന അതിന് മുമ്പ് നമ്മൾ അതിന്റെ ഒരു ജനറൽ ഫോം ഇത് കണ്ടുപിടിക്കണം. നമ്മൾ ആദ്യം അറിയേണ്ടത് ഒരു ജനറൽ ഫോം ആണ്. അപ്പോൾ ജനറൽ ഫോം എന്താണ് നമുക്കറിയാം. ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്കറിയാം എന്താണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. വാട്ട് ഈസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ? Transfer function is equal to Laplace transform of output divided by Laplace transform of input. എന്താണ് Laplace transform of output divided by Laplace transform of input without initial conditions. Initial conditions നമുക്ക് എടുക്കാൻ പാടില്ല. സാധാരണ Laplace transform of a differential equation, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ Laplace transform എടുക്കുമ്പോൾ നമുക്ക് അവിടെ ഇനിഷ്യൽ കണ്ടീഷൻസ് നമ്മൾ എടുക്കാറുണ്ട്. അത് വേറൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനിഷ്യൽ കണ്ടീഷൻസ് എടുത്താണ് Laplace transform ജനറൽ കണ്ടുപിടിക്കുന്നത്. പക്ഷേ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുമ്പോൾ അങ്ങനെ ഇനിഷ്യൽ കണ്ടീഷൻസ് എടുക്കേണ്ട ആവശ്യം ഇല്ല. ഇനിഷ്യൽ കണ്ടീഷൻസ് എടുക്കാതെയാണ് നമ്മൾ
ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. അതായത് സിസ്റ്റം അറ്റ് റെസ്റ്റ്, ദർ ഇസ് നോ ഇനിഷ്യൽ കണ്ടീഷൻ, ദർ ഇസ് നോ നമ്മളെന്താ പറയുക ചാർജ് സ്റ്റോർഡ് ഒന്നോ അങ്ങനെ കംപ്ലീറ്റ്ലി ഒരു ഫ്രഷ് ആയിട്ടുള്ള സിസ്റ്റത്തിനെ അനലൈസ് ചെയ്യുന്നതാണ് നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ത് ചെയ്യാം. ഓക്കെ, സോ ഇത് തന്നിരിക്കുന്നതിൽ വെച്ച് നോക്കിയാൽ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ജനറൽ ആയിട്ടുള്ള ഫോം നമുക്ക് ഇങ്ങനെ എഴുതാം. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു കെ, ഒരു ഗെയിൻ കെ ഇൻറ്റു എസ് പ്ലസ് ഓർ മൈനസ് z1 ഇൻറ്റു എസ് പ്ലസ് ഓർ മൈനസ് z2 എക്സെട്ര ഡിവൈഡ് ബൈ എസ് പ്ലസ് ഓർ മൈനസ് p1 ഇൻറ്റു എസ് പ്ലസ് ഓർ മൈനസ് p2 എക്സെട്ര ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഈ മുകളിൽ വരുന്ന ഈ ഫംഗ്ഷൻസിൽ ഈ കാണുന്ന z എന്ന് പറയുന്നത് എന്താണ്? ദീസ് ആർ സീറോസ്. ഓക്കെ, ന്യൂമറേറ്റർ പോളിനോമിയലിന്റെ റൂട്ട്സ് എന്ന് പറയുന്നത് സീറോസും ഡിനോമിനേറ്റർ പോളിനോമിയലിന്റെ റൂട്ട്സ് എന്ന് പറയുന്നത് പോൾസും ആണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ ന്യൂമറേറ്ററിൽ വരുന്ന പോളിനോമിയലിന്റെ റൂട്ട്സ് എന്ന് പറയുന്നത് സീറോസ് ഓഫ് ദാറ്റ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആൻഡ് ഡിനോമിനേറ്റർ പോളിനോമിയൽ എന്തായി? പോൾസ് ആയി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്നതിന് കമ്പയർ ചെയ്യേണ്ടത് നമ്മുടെ എസിന്റെ കൂടെ എന്തെങ്കിലും ഒരു ഗെയിൻ ഫാക്ടർ മൾട്ടിപ്ലൈ ആയിട്ടുണ്ടോ നോക്കണം. രണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എന്തെങ്കിലും മൾട്ടിപ്ലൈ ആയിട്ടുണ്ടോ എസിന്റെ കൂടെ വിത്ത് എസ് എലോങ് എസ്. നമുക്കവിടെ ഒന്നും മൾട്ടിപ്ലൈ ആയിട്ടില്ലെങ്കിൽ നമുക്ക് എന്താണ് തന്നിരിക്കുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡയറക്റ്റ് ആയിട്ട് പോൾസും സീറോസും കണ്ടുപിടിക്കാം. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യണം? നമുക്ക് എസിന്റെ കൂടെ മൾട്ടിപ്ലൈ ഇരിക്കുന്ന ഗെയിനെ നമുക്ക് പുറത്തെടുക്കേണ്ടി വരും. സോ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് അവിടെ എസിന്റെ കൂടെ വേറെ ഒന്നും മൾട്ടിപ്ലൈ ആയിട്ടില്ല അല്ലേ? എസിന്റെ കൂടെ ഒന്നും മൾട്ടിപ്ലൈ ആയിട്ടില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം, ഫ്രീ ആണ്, ജനറൽ ഫോമിലാണ് കിടക്കുന്നത്. സോ നമുക്ക് എടുക്കേണ്ടതാണ് എസ് പ്ലസ് 3 ഇൻറ്റു എസ് പ്ലസ് 4 ഈക്വൽ ടു 0. ഈ ഒരു ഇക്വേഷന്റെ റൂട്ട് ഇത് എസിന് ഏത് വാല്യൂ കൊടുത്താൽ ഈ ഒരു ഇക്വേഷൻ 0 ആവും. അതാണ് നമ്മുടെ പോൾ. അപ്പോൾ എന്ത് വരും? എസ് പ്ലസ് 3 0 ആവാം. എസ് പ്ലസ് 3 ഈക്വൽ ടു 0 വിച്ച് മീൻസ് എസ് ഇസ് ഈക്വൽ ടു -3. അതുപോലെ എസ് പ്ലസ് 4 ഈക്വൽ ടു 0. സോ എസ് ഇസ് ഈക്വൽ ടു -4. സോ ഇത് രണ്ടുമാണ് എന്ത് ഈ തന്നിരിക്കുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ പോൾസ് എന്ന് പറയുന്നത്. സോ ഇക്വേഷൻ നമുക്ക് ഈ ഓപ്ഷൻസ് നോക്കിയാൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലായി. ഇപ്പൊ നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്കറിയാം. ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാം. ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സോ അതിൽ നിന്ന് പോൾസ് നമ്മൾ കണ്ടുപിടിച്ചു. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ നെക്സ്റ്റ് വൺ, another simple question. The impulse response of a transfer function 1 is, transfer function എന്താണ്? Transfer function is equal to 1. Transfer function 1 ആണ്. So അതിന്റെ impulse response എന്താണ്? So impulse responseും transfer function തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ള കാര്യമാണ് നമുക്കിവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത്. What is the relation between impulse response and transfer function? Impulse responseും transfer function തമ്മിൽ എന്താ റിലേഷൻ വരുന്നത്? ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ആൻ ഇമ്പൾസ് റെസ്പോൺസ് ആണ്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ആൻ ഇമ്പൾസ് റെസ്പോൺസ്. ഓക്കെ, കറസ്പോണ്ടിങ് സിസ്റ്റത്തിന്റെ ഇമ്പൾസ് റെസ്പോൺസിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടും. ഒരു സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റത്തിന് ഇമ്പൾസ് റെസ്പോൺസ് എടുക്കുക, ഇമ്പൾസ് ഇൻപുട്ട് കൊടുത്തൊരു റെസ്പോൺസ് എടുക്കുക. സോ ഇമ്പൾസ് സിഗ്നൽ എന്ത് ചെയ്യുക? ഇൻപുട്ട് ആയിട്ട് കൊടുത്തൊരു റെസ്പോൺസ് എടുക്കുക. ആ റെസ്പോൺസിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ എന്തായി? സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആയി. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈക്വൽ ടു 1. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സം സിഗ്നൽ ഓർ സം ഫംഗ്ഷൻ ഈക്വൽ ടു 1 ആണ്. സോ വാട്ട് വിൽ ബി ദ പോസിബിൾ ഫംഗ്ഷൻസ്? ഈ തന്നിരിക്കുന്നതെന്ന് നമുക്കറിയാം, ഇതൊക്കെ അവർ ഉദ്ദേശിക്കുന്ന ഒരു ബേസിക് ടെസ്റ്റ് സിഗ്നൽസ് ആണല്ലേ. സോ ഇത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഏതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് 1 വരിക? നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാവുന്ന സാധനമാണ് എന്ത്? ഇമ്പൾസ് ഫംഗ്ഷൻ അല്ലേ, ഡെൽറ്റ ഓഫ് ടി. ഈ ഡെൽറ്റ ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണെന്ത്? 1 വരിക. ഇനി അത് യു ഓഫ് ടി ആയാലോ നമുക്ക് ഒരു യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ ആണെങ്കിലോ അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ത് വരും? 1/s ആണ് വരിക അല്ലെ. 1/s ആണ്, നമുക്കറിയാം. അത് റാമ്പ് ആകുമ്പോൾ എന്തായി? 1/s² വരും. സോ ലൈക്ക് ദാറ്റ് നമുക്കത് ഓൾറെഡി ആ ഓരോ സിഗ്നലിന്റെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സോ ഇവിടെ നോക്കുമ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈക്വൽ ടു 1. സോ പോസിബിലിറ്റി എന്താണ്? ഓൺലി വൺ പോസിബിലിറ്റി. ദ ഇമ്പൾസ് റെസ്പോൺസ് ഈസ് വാട്ട്? ഇമ്പൾസ് റെസ്പോൺസ് എന്തായിരിക്കാം? ഇമ്പൾസ് ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താ പറയുക? ഓപ്ഷൻ എ. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. സ്റ്റെപ്പ് ഒക്കെ ആണെങ്കിൽ എന്താ? 1/s ആവും. ഓക്കെ, കനോട്ട് ബി റിട്ടൺ ബൈ എന്നുള്ള പൾസ് ഫംഗ്ഷനും അല്ലേ. നമുക്ക് എന്താ അറിയാം? ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ദിസ് ഇമ്പൾസ് ഫംഗ്ഷൻ. So next one, third one,
ദ ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് എ സിസ്റ്റം ഡിസ്ക്രൈബ്ഡ് ബൈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ട് എന്താണ്, ഒരു സിസ്റ്റത്തിന്റെ ഇമ്പൾസ് റെസ്പോൺസ് ആണ്. സോ IR ഇമ്പൾസ് റെസ്പോൺസ് തന്നിട്ടുണ്ട് അല്ലെ. ഇമ്പൾസ് റെസ്പോൺസ് എന്താണ്, d²y/dx². ഓക്കെ, എനിവേ അത് നമുക്ക് റീ റിട്ടേൺ ചെയ്യേണ്ട ആവശ്യം, നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്ന രീതിക്ക് തന്നെ എന്ത് ചെയ്യാം. അപ്പോൾ ഇമ്പൾസ് റെസ്പോൺസ് തന്നിട്ട്, സോ വാട്ട് ഇസ് ദാറ്റ്, d²y/dx² plus y of t equal to x of t. ഓക്കെ, വിൽ ബി ഇതിന്റെ എന്താണ്, ഇമ്പൾസ് റെസ്പോൺസ് ആണ് നമുക്ക് ചോദിക്കുന്നത്. സോ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ യൂസ് ചെയ്ത് നമ്മൾ സിസ്റ്റത്തിന്റെ ഇക്വേഷൻ ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമുക്ക് വരുന്നുണ്ട്. സോ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് ഇതിന് ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന് നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് ഇവിടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പൾസ് റെസ്പോൺസിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതായത് ഇത് ഡിഫറൻഷ്യൽ ഫോമിലാണ് അടങ്ങുന്നത്. നമുക്കിത് എന്താ പറയുക, എസ് ഡൊമൈനിൽ നമുക്ക് ഇതിലേക്ക് ആക്കണം. എസ് ഡൊമൈനിലാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഇമ്പൾസ് റെസ്പോൺസ് കണ്ടുപിടിക്കാം. സോ എസ് ഡൊമൈനിലാക്കണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കണം. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ നമുക്ക് സാധാരണ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ നമുക്കറിയാം എന്താണ്, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f⁻n എന്ന് പറയുന്നത് നമുക്ക് എന്ത് വരും, ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് s⁻n f of s plus s⁻n−1 f of 0 then s⁻n−2 f dash plus f dash of 0. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്ത് പോകാം. സോ ബാക്കി വരുന്ന സാധനങ്ങളൊക്കെ എന്താണ്, ബാക്കി വരുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ഇനിഷ്യൽ കണ്ടീഷൻസ് ആണ്. ദീസ് ആർ ഓൾ ഇനിഷ്യൽ കണ്ടീഷൻസ്. നമുക്ക് ആകെ എന്ത് മതി, ഈ സാധനം മാത്രം മതി, ഇത് മാത്രം മതി. ഒരു ഡിഫറൻഷ്യൽ ഫംഗ്ഷൻ ആണ് ഇത്, f⁻n എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഫംഗ്ഷൻ ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു കേസ്, അതാണ് ഞാൻ പറഞ്ഞ ഇനിഷ്യൽ കണ്ടീഷൻസ് എല്ലാം എലിമിനേറ്റ് ചെയ്യുക. ഇനിഷ്യൽ കണ്ടീഷൻസിന്റെ ഒന്നും ആവശ്യം നമുക്കില്ല, നമുക്ക് ഈ ഒരു ടേം മാത്രം മതി. സോ അങ്ങനെ നമുക്ക് ആ ടേം മാത്രം എടുത്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം, ആ കാര്യം നമുക്ക് ക്ലിയർ ആണ്. സോ അതിൽ കൂടുതൽ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നില്ല. സോ ഇവിടെ നോക്കിയാൽ നമുക്ക് എന്ത് വരും, ഈ സിസ്റ്റത്തിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എഴുതിയാൽ ദാറ്റ് ഈസ് which is equal to ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കണം അല്ലേ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദിസ് IR. സോ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം, അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് d²y/dx². ഇതൊന്നും നമുക്ക് പരീക്ഷ ഇങ്ങനെ എഴുതേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഐഡിയ ഒന്ന് കിട്ടാൻ വേണ്ടി മാത്രം എഴുതുന്നേ ഉള്ളൂ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെ എഴുത്തൊന്നും ഉണ്ടാവില്ല, നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റിനിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പോകുന്നത്. ബാക്കിയെല്ലാം നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യും, നമുക്ക് ആൻസർ നോക്കി അങ്ങ് എഴുതുക എന്നുള്ളത് മാത്രമേ വരുന്നു. സോ ഇതിൽ ഫസ്റ്റ് d²y/dx² എന്ന് പറയുന്നത് നമുക്ക് എന്ത് വരും, s² നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതിൽ x² × y of s. ഓക്കെ, പ്ലസ് y of t യുടേതാണെങ്കിൽ എന്ത് വരും, ദാറ്റ് ഇസ് y മാത്രമേ ഉള്ളൂ, y of s. അതായത് ഡിഫറൻഷ്യൽ വന്നു കഴിഞ്ഞാൽ d⁻n/dx⁻n ആണെങ്കിൽ നമുക്ക് കറസ്പോണ്ടിംഗ്ലി അതെന്ത് ചെയ്യും, s⁻n വരും, s⁻1. ഓക്കെ, ഇനി ഇന്റഗ്രൽ ആണ് വരുന്നെങ്കിലോ, ഇന്റഗ്രൽ ആണ് എന്നെങ്കിൽ കറസ്പോണ്ട്സ് ടു 1/s വരും. ഓക്കെ, 1/s. ആ ഒരു കാര്യം നമ്മൾ ഓർത്ത് വെച്ചിരിക്കുക. ഇവിടെ ഡിഫറൻഷ്യൽ ആണ്, സോ s⁻n ആ വരിക. സോ s⁻n ഈക്വൽ ടു ഇവിടെ x of t യുടേത് x of s. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. ഇതിനെ s² y of s പ്ലസ് y of s ഈക്വൽ ടു x of t യുടേതാണെങ്കിൽ x of s. ഓക്കെ, സോ ഇത് നമുക്ക് y of s നമുക്ക് എന്ത് ചെയ്യാം, y of s ഇൻറ്റു s² + 1 ഈക്വൽ ടു x of s ആ വരിക. ഓക്കെ, സോ y of s by x of s. സോ ഔട്ട്പുട്ട് y of s ഡിവൈഡ് ബൈ ഇൻപുട്ട് x of s ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ട്രാൻസ്ഫർ ഫംഗ്ഷൻ 1/s² + 1 എന്ന് നമുക്ക് കിട്ടും, 1/s² + 1. സോ ഇവിടെ എന്താ ചോദിക്കുന്നത്, ഇമ്പൾസ് റെസ്പോൺസ് ആണ്. സോ ഇവിടെ നോക്കുമ്പോൾ ഇത് എന്തിന് സിമിലർ ആണ്, ഇത് നോക്കുമ്പോൾ നമുക്കറിയാം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin ωt എന്താണ്, ഒമേഗ ഡിവൈഡ് ബൈ s² + ω². സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് സിമിലർ അല്ലേ, ഒമേഗയുടെ വാല്യൂ എന്താവും, ഒമേഗയുടെ വാല്യൂ 1 ആയാൽ നമുക്ക് ഈ ആൻസർ എന്ത് ചെയ്യും, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin t ആണ് ഈ കാണുന്നത് അല്ലേ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin t, ദാറ്റ് ഈസ് y of s by x of s എന്ന് പറയുന്നത് ദിസ് വൺ. സോ ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം
ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്ത് നമുക്ക് ഇമ്പൾസ് റെസ്പോൺസ് കിട്ടും. സോ ദാറ്റ് ഈസ് സൈൻ ടി. സൈൻ ടി ആണ് നമ്മുടെ ആൻസർ. സോ ദിസ് ഇസ് എ sinusoidal function. Okay, it's a sinusoidal function. So option C is the correct answer. So ഇത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്, ആരും മാറിപ്പോരുത്. ദിസ് ഇസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. നമുക്ക് ഇമ്പൾസ് റെസ്പോൺസ് ആണ് വേണ്ടത്. സോ ഇമ്പൾസ് റെസ്പോൺസ് വേണം. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ എന്ത് ചെയ്യണം, ഇൻവേഴ്സ് ഓഫ് ദിസ് ലാപ്ലേസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എടുക്കണം. സോ അതിന്റെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടും സൈൻ ടി കിട്ടും. ഓക്കെ, സൈൻ ടി. സോ പി എസ് സിക്ക് നമുക്ക് മിക്കവാറും ക്വസ്റ്റ്യൻസ് എന്താണ്, കുറച്ചൊന്ന് സിമ്പിൾ ആയിട്ടായിരിക്കും. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഓരോ ടോപ്പിക്കിനും കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ്. ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ലെവൽ എക്സാംസിനായിരുന്നാലും അങ്ങനെയാണ് എന്ത് ചെയ്യുക, ഒരുപാട് സമയം എടുത്ത് ചെയ്യാനുള്ള വരില്ല. കാരണം നമുക്ക് 100 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം, 90 മിനിറ്റ്സ് ഉണ്ടാവുള്ളൂ. സോ എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാവരും അറ്റൻഡ് ചെയ്യണം. എത്ര ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നതാണ് അവിടെ ഇമ്പോർട്ടൻറ്റ് അല്ലേ. എത്ര ഫാസ്റ്റ് ആയിട്ട് എത്ര ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യും. അപ്പോൾ അതിനൊരു പ്രാക്ടീസ് വേണം. സോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് എല്ലാം എന്ത് ചെയ്യും. ഇപ്പോൾ ഈ കോൺസെപ്റ്റ് അറിഞ്ഞുകൂടാത്ത ആൾക്ക് എൻ്റെ ആൻസർ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് കോൺസെപ്റ്റ് നമ്മൾ അറിയാം, അതിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. സോ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ എഴുതാം. സോ നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ. A function y of t satisfies the following differential equation. Okay. So that is dy of t divided by dt plus y of t equal to delta of t, where delta is the unit impulse function. Okay, it's given us it is a unit impulse function and u of t is the unit step function. Assuming 0 initial conditions, what is y of t? What is y of t? So നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഔട്ട്പുട്ട് ഇൻ ടൈം ഡൊമൈൻ ആണ് വേണ്ടത്. ഓക്കെ, ഔട്ട്പുട്ട് ഇൻ ടൈം ഡൊമൈൻ. y of s അല്ല അവർ ചോദിക്കുന്നത് എന്താണ്, y of t ആണ്. y of t മീൻസ് ഔട്ട്പുട്ട് ഇൻ ടൈം ഡൊമൈൻ. മറ്റാണ് ഫ്രീക്വൻസി ഡൊമൈൻ ആണ് എസ് എന്ന് പറയുന്നത്. ഓക്കെ, എസ് ഡൊമൈനിലാണ് വരുന്നത്. സോ ജനറലി ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എസ് ഡൊമൈനിലാണ് വരുന്നത്. സോ തന്നിരിക്കുന്നത് എന്താണ്, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എ സിസ്റ്റം. ഓക്കെ, അതാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഇത് നമുക്ക് എന്താണ്, ഡെൽ ഓഫ് ടി ഈസ് ഇമ്പൾസ് ആൻഡ് യു ഓഫ് ടി സ്റ്റെപ്പ്. എനിവേ യു ഓഫ് ടി ഇവിടെ കാണിച്ചിട്ടില്ല. യു ഓഫ് ടി കാണിച്ചിട്ടില്ല. യു ഓഫ് ടി കാണിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്താണ്, ഒരു സിഗ്നലിന്റെ കേസ് വരുമ്പോൾ നമ്മൾ ഇൻ കേസ് ഓഫ് ടൈം ബേസ് ഓഫ് എ സ്റ്റെപ്പ് സിഗ്നൽ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. സോ എനിവേ നമുക്ക് ഇതിന്റെ സൊല്യൂഷനിലേക്ക് പോവാം. ഇതിന്റെ സൊല്യൂഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. സോ ഇതിന്റെ ഫസ്റ്റ് വണ്ണിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം, ഈ ഒരു സെക്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെ എടുക്കും, ദാറ്റ് ഈസ് ഡിഫറൻഷ്യലിന്റെ പവർ എത്രയാണ്, 1 ആണ്. സോ എസ് പൈ ഓഫ് എസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേമിന്റെ കഴിഞ്ഞു. എസ് വൈ ഓഫ് എസ് പ്ലസ് ഇതെന്താണ്, y ഓഫ് ടി. y ഓഫ് ടിയുടെ എന്ത് വരും, ദാറ്റ് ഇസ് y ഓഫ് s ഈക്വൽ ടു ഡെൽ ഓഫ് ടി. ഡെൽ ഓഫ് ടി ഈസ് വാട്ട്, നമ്മൾ പറഞ്ഞു ഇമ്പൾസ്. അവർ പറഞ്ഞിട്ട് ഇമ്പൾസ് ഫംഗ്ഷൻ ആണ്. ഇറ്റ് ഈസ് ഇമ്പൾസ് ഫംഗ്ഷൻ. സോ ഇമ്പൾസ് ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെൽ ഓഫ് ടി നമ്മൾ കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ നോക്കിയാണ്, എന്താണ്, ദാറ്റ് ഇസ് 1. സോ ഇറ്റ് ഈസ് 1. സോ y ഓഫ് s is equal to y of s into എനിവേ ഈക്വൽ ടു ആയിരുന്നാലും ഇൻറ്റു നമുക്ക് എന്ത് ചെയ്യാം, ഇൻറ്റു എടുക്കാം. y of s into s plus 1 equal to 1. y of s into s plus 1 is equal to 1. So y of s ന്റെ വാല്യൂ എന്ത് വരും, y of s is equal to 1 by s plus 1. So this is the output. Okay, output in s domain. This is y of s is the output in s domain. Okay, ഇവിടെ നമുക്ക് വേണ്ട എന്താണ്, നമുക്ക് y of t ആണ് കേട്ടോ. So what is y of t? നമുക്ക് ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 by s plus 1. ഓക്കെ, നമുക്കത് കണ്ടാൽ തന്നെ അറിയാം എന്താണ് ഇത് വരിക, ലാപ്ലേസ് ട്രാൻസ്ഫോം. കൺട്രോൾ സിസ്റ്റം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് വേണ്ടത് ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ കുറേ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് നമുക്ക് വേണം. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഇക്വേഷൻസ് നമുക്ക് എന്തെങ്കിലും പി എസ് സിയിൽ അങ്ങനെ ചോദിക്കാറ്. വളരെ ബേസിക് ആയിട്ട് സൈന്, കോസ്, സ്റ്റെപ്പ്, റാമ്പ്, അതിൻ്റെയൊക്കെ ഇമ്പൾസ് ഫംഗ്ഷൻസ്, ടി ഇ റൈസ് ടു മൈനസ് ടി, ടി ഇ റൈസ് ടു എ ടി, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ ചോദിക്കാറുള്ളൂ. സോ ആ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് എന്ത് ചെയ്യുക, പഠിച്ച് ലാപ്ലേസ് ട്രാൻസ്ഫോംസ് ഇക്വേഷൻസിൽ ട്രാൻസ്ഫോംസ് പഠിച്ചു വെച്ചിരിക്കുക. സോ അത് നോക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റുന്ന കാര്യമാണ് ദിസ് ഈസ് ഇ റൈസ് ടു മൈനസ് ടി. വൈ, ബിക്കോസ് 1 by s plus a എന്ന് പറയുന്നത് എന്താണ്, ഇ റൈസ് ടു മൈനസ് എ ആണ്, മൈനസ് എ ടി, ഇ റൈസ് ടു മൈനസ് എ ടി ആണ് വരിക. സോ ഇറ്റ് ഈസ് ഇ റൈസ് ടു മൈനസ് ടി, ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് യു ഓഫ് ടി. ഓക്കെ, ഇ റൈസ് ടു മൈനസ് ടി യു ഓഫ് ടി ആണ് ഇവിടുത്തെ ആൻസർ വരിക. സോ ദിസ് ഇസ് ഇ റൈസ് ടു മൈനസ് ടി u of t. Okay, so next നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ അടുത്ത ക്വസ്റ്റ്യൻ, the output of the feedback control system must be a function of. ഓക്കെ, ഒരു ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റത്തിന്റെ ഔട്ട്പുട്ട് എന്തിൻ്റെയൊക്കെ ഫംഗ്ഷൻ ആയിരിക്കണം. ഓക്കെ,
സോ നമുക്കൊരു കൺട്രോൾ സിസ്റ്റം, നമുക്കൊരു സിസ്റ്റം ഉണ്ട്, സിസ്റ്റം ജി ഓഫ് എസ് ഉണ്ട്, സോറി സിസ്റ്റം ജി ഓഫ് എസ് ഉണ്ട്. നമുക്ക് അതിനെന്തുണ്ട്, ഒരു ഇൻപുട്ട് ഉണ്ട്, ഇൻപുട്ട് നമുക്ക് ഇവിടെ ആർ ഓഫ് എസ് കൊടുക്കാം. പിന്നെ അതിനെന്തുണ്ട്, ഒരു ഔട്ട്പുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് സി ഓഫ് എസ്. അപ്പോൾ ഈ സിസ്റ്റത്തിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷനാണ് നമുക്ക് ഈ സിസ്റ്റം തരിക. നമ്മൾ ഒരു സിസ്റ്റത്തിലേക്ക് ഇൻപുട്ട് കൊടുത്താൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ഔട്ട്പുട്ട് വേരിയേഷൻ ഉണ്ടാവും. അതാണ് കൺട്രോൾ സിസ്റ്റം നമുക്ക് ബേസ് ചെയ്യുന്നത്. ആ സിസ്റ്റത്തിൽ നമ്മൾ കൺട്രോൾ ചെയ്യുന്നു, അതിൻ്റെ പല പാരാമീറ്റേഴ്സ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ, സോ ഒരു പാരാമീറ്റർ എടുക്കുന്നു, അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റമാണിത്. ഓക്കെ, ഒരു പാരാമീറ്ററിനെ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റമാണ് ഇതിനകത്തുള്ളത്. അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിൽ നമ്മളൊരു പാരാമീറ്റർ കൺട്രോൾ ചെയ്യാൻ റെഫറൻസ് ഇൻപുട്ട് കൊടുക്കുന്നു, അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ഔട്ട്പുട്ടിൽ എന്ത് ചേഞ്ച് ഉണ്ടാവുന്നു. അതാണ് നമ്മൾ സിംപ്ലി ദിസ് ഇസ് എൻ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം. ഓക്കെ, ഇറ്റ്സ് എൻ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം. ഇനി ഇവർ പറയുന്നത് എന്താണ്, ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റമാണ്. ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം, ദിസ് ഇസ് സിസ്റ്റം, ദിസ് എ സിസ്റ്റം. നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, നമുക്ക് അതിന്റെ ഇൻപുട്ട് കൺട്രോൾ ചെയ്ത് അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് ഈസ് കൺട്രോൾ സിസ്റ്റം. ഓക്കെ, ദാറ്റ് ഈസ് കൺട്രോൾ സിസ്റ്റം. സോ ദാറ്റ് ഈസ് ഇവിടെ എന്താണ്, ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം. നമുക്ക് ഫീഡ്ബാക്ക് ഒന്നുമില്ല, നമ്മൾ എന്ത് ഇൻപുട്ട് വേരിയേഷൻ ഉണ്ടാക്കുന്നു അതനുസരിച്ച് ഔട്ട്പുട്ടിൽ എന്ത് ചെയ്യുന്നു, വേരിയേഷൻ വരുന്നു, അത്രേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. മറ്റൊന്നും ഇവിടെ നമുക്ക് വരുന്നില്ല. ഇത് ഓപ്പൺ ലൂപ്പാണ്. ഇവരിപ്പോൾ പറയുന്നതാണ് ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം. ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം മീൻസ് നമ്മൾ കൊടുക്കുന്നത് കറക്റ്റ് ആണെന്ന് ചെയ്യാർ ചെക്ക് ചെയ്യുക വിത്ത് ഹെൽപ്പ് ഓഫ് സെൻസേഴ്സ്. നമുക്ക് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നമുക്ക് സെൻസേഴ്സ് വരും. ഓക്കെ, സെൻസേഴ്സോ മറ്റ് ടെക്നോളജി യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഫീഡ്ബാക്ക് ചെയ്യുന്നു. ദർ ഇസ് സം ഫീഡ്ബാക്ക് എലമെന്റ് എച്ച് ഓഫ് എസ് എന്ത് ചെയ്യുന്നു, അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു. സോ ദർ ഷുഡ് ബി എ കമ്പാരേറ്റർ. സോ ഇവിടെ ഒരു കമ്പാരേറ്റർ ഉണ്ട്. സോ കമ്പാരേറ്റർ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു. സോ കമ്പയർ ചെയ്ത് നമ്മളിവിടെ ഒരു എറർ സിഗ്നൽ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ മൊത്തത്തിൽ ശരിക്കും നമ്മുടെ ഡിസൈഡ് ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുവരിക. ഡിസൈഡ് ഔട്ട്പുട്ടിലേക്ക് നമ്മൾ ഇങ്ങനെയാണ് കൊണ്ടുവരിക. അപ്പോൾ ഇതിൽ ഒരു ചോദിക്കുന്നത് ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം, ഔട്ട്പുട്ട് ഓഫ് എ ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം മസ്റ്റ് ബി എ ഫംഗ്ഷൻ ഓഫ്. സോ ഇതിന്റെ ഔട്ട്പുട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ സി ഓഫ് എസ് ആണ് ഔട്ട്പുട്ട്. നമുക്ക് ഇതിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇങ്ങനെ അറിയാം, സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസ്, ദാറ്റ് ഈസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് ഈക്വൽ ടു എന്താണ്, നമുക്കറിയാന്നുള്ളതാണ്. ഇത് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് ഞാൻ ഇവിടെ അസ്യൂം ചെയ്യുന്നു. ഇറ്റ്സ് എ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം. സോ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഓർ ഡീജനറേറ്റീവ് ഫീഡ്ബാക്ക് നമ്മൾ അതിനെ പറയും. നെഗറ്റീവിനെ ഡീജനറേറ്റീവ് എന്ന് പറയാം കേട്ടോ. സോ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, ജി ഓഫ് എസ് ഡിവൈഡ് ബൈ 1 പ്ലസ് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ്. സോ നമ്മൾ യൂഷ്വലായിട്ട് നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിൽ ബേസിക് ആയിട്ട് എല്ലാവർക്കും ഇനി ഇത് എങ്ങനെ വന്നു എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നെഗറ്റീവ് ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റത്തിന്റെ നമുക്ക് ജനറൽ ആയിട്ടുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ഫോമാണിത്. ജി ഓഫ് എസ് ഡിവൈഡ് ബൈ 1 പ്ലസ് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ്. സോ ഇവിടെ നമുക്ക് എന്താ വരിക, നമുക്ക് വേണ്ട ഔട്ട്പുട്ടാണ് സി ഓഫ് എസ് ഈക്വൽ ടു ജി ഓഫ് എസ് ഡിവൈഡ് ബൈ 1 പ്ലസ് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് ഇൻറ്റു ആർ ഓഫ് എസ്. സോ ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇഫ് ദിസ് 1 ഈസ് എന്താ ജി ഓഫ് എസിൻ്റെ എച്ച് ഓഫ് എസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 1 വളരെ സ്മോളർ ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ജി ഓഫ് എസും ജി ഓഫ് എസും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ജി ഓഫ് എസിന് അവിടെ ഒരു ഇമ്പോർട്ടൻസ് അവിടെ നമുക്ക് കൊടുക്കേണ്ട കാര്യം നമുക്ക് ഇത് ഇങ്ങനെ നോക്കുമ്പോൾ ഇല്ല. ഓക്കെ, ജി ഓഫ് എസിന് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ബട്ട് ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ജി ഓഫ് എസ് ഉള്ളത് കൊണ്ട് എന്താണോ ചേഞ്ച് ന്യൂമറേറ്ററിൽ വരുന്നത് അതേപോലെ തന്നെ ഡിനോമിനേറ്ററിൽ അഫക്ട് ചെയ്യും. സോ അവിടെ ഫോർ ദ അനാലിസിസ് പർപ്പസ് നമുക്കിവിടെ തൽക്കാലം എന്തില്ല, ജി ഓഫ് എസിന് ഒരു ബേസിക് പർപ്പസ് ആയിട്ട് നമുക്ക് അവിടെ ഇമ്പോർട്ടൻസ് നോക്കുന്നില്ല. സോ ബാക്കി എന്തിനൊക്കെയാണ് ഇവിടെ ഇമ്പോർട്ടൻസ് വരിക നോക്കിയാൽ ഇൻപുട്ട് ആർ ഓഫ് എസ്, ദെൻ ഫീഡ്ബാക്ക് എച്ച് ഓഫ് എസ്. സോ ഇങ്ങനെ നോക്കിയാൽ സി ഓഫ് എസ് ഈസ് പ്രൊപ്പോർഷണൽ നമുക്ക് പറയാം എന്ത്, ആർ ഓഫ് എസ് ബൈ എച്ച് ഓഫ് എസ് എന്ന് നമുക്ക് ബേസിക്കലി നമുക്ക് പറയാം. ഓക്കെ, സോ ജി ഓഫ് എസിന് നമ്മൾ കൂടുതൽ അനാലിസിൽ പോകുമ്പോൾ ജി ഓഫ് എസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. എനിവേ ജി ഓഫ് എസ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉള്ളതുകൊണ്ട് നമ്മളിവിടെ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, മാത്തമാറ്റിക്കലി അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു അസംഷൻ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, അത് ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ ആർ ഓഫ് എസ് ബൈ എച്ച് ഓഫ് എസ് എന്നുള്ളൊരു പ്രൊപ്പോർഷനിലേക്ക് നമ്മൾ എത്തുന്നു. സോ ഇവിടെ നോക്കിയാൽ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. റെഫറൻസ് ഇൻപുട്ട് മാത്രമാണോ, ഇൻപുട്ട് മാത്രമല്ല, റെഫറൻസ് ഔട്ട്പുട്ട് അല്ല, ഔട്ട്പുട്ടാണ് നമുക്ക് വേണ്ടല്ലേ. ദെൻ ഔട്ട്പുട്ട് ആൻഡ് ഫീഡ്ബാക്ക് സിഗ്നൽ അല്ല, ഇൻപുട്ട് ആൻഡ് കാരണം നമുക്ക് ഔട്ട്പുട്ടാണ് വേണ്ടത്. സോ ഇൻപുട്ട് ആൻഡ് ഫീഡ്ബാക്ക് സിഗ്നൽ. ഓക്കെ, ഇൻപുട്ട് ആർ ഓഫ് എസും ഫീഡ്ബാക്ക് സിഗ്നൽ എച്ച് ഓഫ് എസും. സോ ഇതുമായിട്ട് എന്ത് ചെയ്യുന്നത്, റിലേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഔട്ട്പുട്ട് ഓഫ് എ ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം മസ്റ്റ് ബി എ ഫംഗ്ഷൻ ഓഫ് വാട്ട്, ഇൻപുട്ട് ആർ ഓഫ് എസ് ആൻഡ് ഫീഡ്ബാക്ക് സിഗ്നൽ എച്ച് ഓഫ് എസ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ. ഹായ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനായി എഞ്ചിനീയറിംഗ് PSC പുതിയ അനൗൺസ് ചെയ്യുന്ന കോഴ്സാണ് ലൈഫ് സേവർ AE ബാച്ച്.
ഈ ലൈഫ് സേവർ എ ബാച്ചിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ ഡെയിലി ലൈവ് ക്ലാസ്സസും വീക്ക്ലി എക്സാംസും ടെക്സ്റ്റ് ബുക്കോട് കൂടിയാണ് നിങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ള ഈ കോച്ചിങ് തരുന്നത്. ഈസിയിൽ 1ാം റാങ്ക് മേടിച്ച അതേ കോഴ്സിന്റെ പാറ്റേണിൽ അല്ലെങ്കിൽ അതേ സ്ട്രക്ചറിൽ തന്നെയാണ് ഈ കോഴ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാർച്ച് 1 മുതലാണ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ഡെയിലി നമ്മുടെ ആപ്പിൽ സ്റ്റാർട്ട് ആകുന്നത്. അതുവരെ നിങ്ങൾക്ക് യൂട്യൂബിൽ നമ്മുടെ ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. യു ക്യാൻ സീ ദാറ്റ്. താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ വന്ന് ജോയിൻ ചെയ്യാൻ